ആറന്മുളയിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും അവിടുത്തെ സ്ഥിതിയൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. കാരണം അത്രത്തോളം രൂക്ഷമായ സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആറന്മുളയിൽ നിന്ന് അമൽ തേരമ്പറമ്പിൽ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, നിലവിൽ എന്താണ് അവസ്ഥ? ആ സമയം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഈ വീടുകളിലൊക്കെ ഇപ്പോഴും അവിടെയുള്ളവരൊക്കെ ക്യാമ്പിലേക്കൊക്കെ മാറിയിരിക്കുകയല്ലേ? ഇനി തിരിച്ചു വരുമ്പോഴും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പൊതുവെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പൂജ, നമ്മളിങ്ങനെ ഈ കുട്ടവഞ്ചിയിൽ കയറി ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ പ്രദേശത്തേക്ക് പോയതാണ്. ഒരു വീട് നമ്മൾ കാണുന്നുണ്ട്. എത്രത്തോളം ഭീകരമാണ് ഇപ്പോഴും ഈ ആറന്മുളയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ പോലും എത്രത്തോളം ഭീകരമാണ് ഓരോ പ്രദേശത്തെയും സ്ഥലം എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ആ ഈ വീട്ടിലുള്ള ആളുകൾ ഇവിടുന്ന് മാറി അല്ലെ? അവർ ഇന്നലെ തന്നെ മാറിയായിരുന്നു. ഇന്നലെ തന്നെ ഇവിടുന്ന് മാറി വൈഫിന്റെ വീട്ടിലേക്ക് പോയി ആള്. എല്ലാ കൊല്ലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ വീട്ടിലേക്ക്. ഇത് കുറച്ചും കൂടി ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഇത് ഇച്ചിരി താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് ഈ വീട്. അപ്പോൾ അതുകൊണ്ട് മിക്ക വർഷവും ഇവിടെ വെള്ളം കയറാറുണ്ട്. പൂജ, നമ്മൾ ആ വീടിന്റെ ഈ കാർപോർച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. വീടിന്റെ മുറ്റം എന്ന് പറയാം. അപ്പോൾ ആ വീടിന്റെ കാർപോർച്ചിനകത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ പോലും അവിടെ ഏകദേശം പകുതി മുങ്ങിയ അവസ്ഥ. അവിടെ വെള്ളം കയറി കിടക്കുന്നതിന്റെ ലെവല് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്രയും വെള്ളം കയറി കിടക്കുകയാണ്. ഈ വീട്ടിലുള്ള ആളുകൾക്ക് എന്ന് ഇവിടേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വെള്ളം എത്ര സമയം കൊണ്ട് ഇറങ്ങും എന്നുള്ളത്, സാധാരണ ഈ വെള്ളം കയറി എത്ര സമയം കൊണ്ട് ഇറങ്ങാറുണ്ട്? ഒരു ദിവസം അല്ല 1.5 ദിവസം കൊണ്ട് നമുക്ക് ഇത് ഇവിടുന്ന് മാറാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് മഴയെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ കിഴക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരവ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടുമാണ്. ആ വീടിന്റെ ഏകദേശം പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. ഇവർക്ക് ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എവിടേക്ക് മാറ്റാനാണ്? ഇവർ മാക്സിമം സാധനങ്ങൾ പൊക്കത്തെ വശയുടെയിലും അങ്ങനെയുള്ള ഭാഗത്തേക്ക് മാറ്റും. അല്ലാതെ മറ്റേ ഈ സ്കൂളിലേക്ക് മാറ്റാറുണ്ട്. ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലേ, ഇനിയിപ്പം വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള സമയമാണല്ലോ, ആ സമയത്തൊക്കെ ഇവര് എങ്ങനെ ഒരു തിരിച്ചു വരും? എത്ര ദിവസം കൊണ്ട് നടക്കും ഈ എല്ലാം ക്ലീൻ ചെയ്ത്? തിരിച്ചു 2 ദിവസം 3 ദിവസത്തെ ക്ലീനിങ് തന്നെ ഉണ്ടാവും. അതിനുശേഷമേ താമസിക്കാൻ പറ്റുള്ളൂ അവർക്ക്. ആ കാണുന്നത് സ്കൂളാണ്. എല്ലായിടത്തും ആളുണ്ട്. അവിടുന്ന് ആളുകൾ മാറിയിട്ടില്ല. അവർ മാറിയിട്ടില്ല. അവർ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർ ഈ വെള്ളത്തിന്റെ പൊക്കം അനുസരിച്ച്, അതായത് വെള്ളം കയറുന്ന അനുസരിച്ച് മാത്രമേ അവർ ഇവിടുന്ന് ഷിഫ്റ്റ് ആകത്തുള്ളൂ. അതുവരെ മാക്സിമം അവർ ഇവിടെ നിൽക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്നത് വലിയ റിസ്ക് അല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇപ്പം വെള്ളം നിലച്ചെന്ന് നമുക്കൊരു സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. വെള്ളം കയറുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് മനസ്സിലായി വെള്ളം കയറ്റമില്ല. അതുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പം ഇന്നലെ രാത്രിയിലൂടെ ആണെങ്കിൽ രാത്രി കയറുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആയാൽ. ഇന്നലെ പകൽ വെള്ളം കയറിയുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത്ര വെള്ളം കയറും എന്നുള്ളത്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മളൊരു വീടിന്റെ അടുത്തേക്ക്, ഇത് നമ്മൾ പോകുന്നത് ഒരു പാടത്തൂടെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ഒരു പുഴയിലൂടെ പോകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു കായലിലൂടെ പോകുന്ന അവസ്ഥയിലാണ് ഇവിടേക്ക് എത്തേണ്ടി വരിക. ആ വീടിന്റെ മുന്നിലൊക്കെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ വെള്ളം കയറുന്ന ഓരോ സ്റ്റെപ്പിലേക്കും വെള്ളം, അവിടെ ഏകദേശം 1-2 പടി മാത്രം കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറം ഒരു സ്കൂളാണ് കാണുന്നത്. ആ സ്കൂളിന്റെ ചുറ്റും പുറമുള്ള ഒരു വെള്ളക്കെട്ടിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വീട്, നമ്മൾ നേരത്തെ കാർപോർച്ചിലൂടെ കയറി ഇറങ്ങിയ വീടിന്റെ ഒരു വൈഡ് വിഷ്വൽ കണ്ടാൽ, ദൂരെ നിന്നുള്ള ഒരു ദൃശ്യം കണ്ടാൽ, അത് ഏകദേശം പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലേക്കാണ്. അതിന്റെ തൊട്ടപ്പുറം അതും വീടാണെന്നേ. അതൊരു ഷെഡാണ്. അത് താമസമില്ല. അത് അവര് കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കുന്ന ഷെഡാണ്. ആ ഗേറ്റിന്റെ ഒക്കെ ഏകദേശം പൂർണ്ണമായും മുങ്ങിയ അവസ്ഥ. അതെ, ഏകദേശം പൂർണ്ണമായി മുങ്ങി. അവിടെ താമസമില്ല. കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ വെക്കാറുള്ളൂ. ഉണ്ട്. നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ ഒരു കുട്ടവഞ്ചി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകാൻ ഏകദേശം നമ്മുടെ അരയറ്റം വെള്ളങ്ങളുണ്ട്. കഴുത്തറ്റം വെള്ളങ്ങളുണ്ട്. ഈ വീട്ടിലേക്ക് വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിക്കാല്ലേ? അതെ, ഇത്രയും ഉയർത്തിരിക്കുന്നു. ഇല്ല. ഇപ്പം മഴയില്ലാത്ത മഴയെ ആശ്രയിച്ചിരിക്കും. ഇതെല്ലാം വെള്ളം കയറ്റം അനുസരിച്ച് മഴയെ ആശ്രയിച്ചിരിക്കും. കിഴക്ക് മഴ പെയ്ത് വെള്ളം വരികയാണെങ്കിൽ ആറ്റിൽ നിന്ന് വെള്ളം തള്ളും. സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാം വെള്ളം കയറും. ഈ ഒരു റാന്നി എന്നുള്ള വെള്ളം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളം പൂർണ്ണമായിട്ടും ഇറങ്ങിപ്പോകാൻ എത്ര സമയം എടുക്കും? നിങ്ങളുടെ ഈ പ്രശ്നം മൊത്തം ഒന്ന് മാറിക്കിട്ടെ. ഏകദേശം ഒരു നാളെ വൈകുന്നേരത്തേക്കിനൊക്കെ വെള്ളം ഏകദേശം. ഓക്കെ അമൽ.